ഹലോ, വെൽക്കം ബാക്ക് ടു ഷിറിൻസ് വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് തോന്നുന്നിടത്ത് പോയിരുന്ന് പഠിച്ചാലൊന്നും നമുക്ക് പെട്ടെന്ന് തലയിൽ കയറില്ല. അപ്പോൾ അതിനായിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്കിന്നൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റഡി ഏരിയ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചൂസ് എ കാം ഏരിയ വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്. അതായത് നല്ലൊരു കാം ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഒരു ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നമുക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ലൊരു സ്ഥലം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യണം. രണ്ടാമത്തെ ടിപ്പാണ് ഓർഗനൈസ് യുവർ സ്റ്റഡി മെറ്റീരിയൽസ്. അതായത് നമുക്ക് പഠിക്കാനുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പെന്ന്, അതൊക്കെ നമ്മൾക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പെന്ന് കാണില്ല, പെൻസിൽ കാണില്ല, പെന്ന് വേറൊരു സ്ഥലത്ത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കബോർഡ്സിൽ ഞാൻ പെൻസിൽ, ഹൈലൈറ്റേഴ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കബോർഡിൽ എൻ്റെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ്, പൗച്ച്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ ഒരു ചെറിയൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ഏരിയ എത്രത്തോളം നിങ്ങൾക്ക് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് അവിടേക്ക് പോകുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി വരണം. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പഠിക്കാൻ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടിപ്പാണ് കീപ്പ് ഇറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ ആ ഒരു ഏരിയ എപ്പോഴും നമ്മൾ ഡെയിലി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ലൊരു ഭംഗിയിൽ വെക്കണം. അടുത്തതായിട്ട് സ്റ്റിക്ക് യുവർ ടൈം ടേബിൾസ്. നമ്മുടെ സ്കൂളിൻ്റെ ടൈം ടേബിളും അതുപോലെ നമ്മളൊരു ഡെയിലി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റഡി ഏരിയയിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, സ്റ്റിക്ക് യുവർ ഗോൾസ് ഇൻ പോസിറ്റീവ് തോട്ട്സ്. നമ്മൾ ആ പഠിക്കുന്ന ഒരു ഏരിയയിൽ നമ്മൾ ആ ഗോൾസും അതുപോലെ കുറച്ച് പോസിറ്റീവ് തോട്ട്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. കാരണം അത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്താനുള്ളൊരു ശ്രമം നമ്മൾ നടത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.